ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചക്കക്കുരു തീയലാണ്. ഇപ്പോൾ ഇത് ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയൊക്കെ സീസണാണല്ലോ. ഈ ഒരു സമയത്ത് വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു ചക്കക്കുരു തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇടുക്കിക്കാരി ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. തീയൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് മുറിച്ചെടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളാക്കിയാണെങ്കിലും മുറിച്ചെടുത്താൽ മതി, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റി കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചക്കക്കുരുവിൻ്റെ മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ, ചക്കക്കുരു നിൽക്കത്തക്ക വിധത്തിൽ വെള്ളവും ഒഴിച്ചതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ചക്കക്കുരുവാണിത്. ചക്കക്കുരു നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വെന്തോന്ന് നോക്കുമ്പോൾ ഓരോന്ന് കയ്യിലെടുത്തതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുമ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. തീയലിലോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങ ചിരണ്ടി എടുത്ത് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കാം. കുറഞ്ഞ തീയിലിട്ട് സാവകാശം ഇളക്കി കൊടുത്ത് തേങ്ങ വറുത്തെടുക്കാം. വറുത്തുകൊണ്ടിരിക്കുന്ന തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് 4-5 ഗ്രാമ്പൂ ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണം കറുവാപ്പട്ട ചേർത്ത് കൊടുക്കുവാണ്. 2 തക്കോലം, 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത്, 1/2 സ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നുള്ളത് കൊണ്ട് തന്നെ വയറിനുള്ളിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള അസ്വസ്ഥതകളൊക്കെ മാറി കിട്ടിക്കോളും. അപ്പോൾ ഇതുകൂടെ ചേർത്ത് ഈ ഒരു തീയൽ തയ്യാറാക്കാനായിട്ട് മറക്കരുത്. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് മാറുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ സമയം എടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങ ഈ ഒരു രീതിയിൽ വറുത്ത് കിട്ടുന്നതിനായിട്ട്. തേങ്ങ വറുത്ത് വെച്ചിരുന്നത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒന്നും ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. അതുപോലെ എണ്ണ നന്നായിട്ട് ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് മൂത്ത് വിളഞ്ഞ തേങ്ങയായിരുന്നത് കൊണ്ടാണ് ഇതിലിപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുള്ളത്. ഇനി നമുക്ക് തീയൽ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. കറിവേപ്പിലയൊക്കെ ചേർക്കുന്ന സമയത്ത് കറിക്ക് നല്ല ഫ്ലേവറാണ്. അതുകൊണ്ട് കറിവേപ്പിലയൊക്കെ ഇതുപോലുള്ള തീയൽ തയ്യാറാക്കുമ്പോൾ ഒഴിവാക്കാതെ ചേർക്കുക. അടുത്തതായിട്ട് ഇതിലോട്ട് ഒരു സവോള അരിഞ്ഞതും 3-4 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഇപ്പം നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി 2 സ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. ഇനി എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. അതുപോലെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെയാണ് ചൂടാക്കി എടുക്കേണ്ടത്. പൊടികൾ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ചതിൻ്റെ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. മസാലപ്പൊടികളും അതുപോലെ തന്നെ തേങ്ങ വറുത്തരച്ചതിൻ്റെ അരപ്പും ഒക്കെ നന്നായിട്ട് ചൂടായി ഇതുപോലെ എണ്ണ തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എത്രത്തോളം ഗ്രേവിയാണോ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1-1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെ വീണ്ടും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു നമുക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ഇപ്പം മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. ചക്കക്കുരുവും അത് വെന്ത വെള്ളവും എല്ലാം കൂടി ചേർക്കണം. എങ്കിൽ മാത്രമേ ഈ കറിക്ക് ആ ഒരു നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി നമുക്കിത് വീണ്ടും ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചതിന് ശേഷം പതുക്കെ ഇത് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറി റെഡി ആകുന്നിടം വരെ വീണ്ടും വെയിറ്റ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ ഒരു വലിയ തക്കാളി
ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കറിക്ക് അല്പം പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതിലോട്ട് ചേർക്കുന്നത്. നാടൻ തക്കാളി തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറിതായിപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു തീയൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല കുറുകിയ ഗ്രേവിയോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം കമൻസൊക്കെ എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം.